ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് ഒരാളെ ഇങ്ങനെ ട്രെയിനിൽ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ട്രേഞ്ചറാണ്. അപ്പോൾ പുള്ളി ഞാൻ ഇരിപ്പും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പതുക്കെ പുള്ളി അറിയാതെ ഏകദേശം പുള്ളിയെ ഒന്ന് നോക്കി സ്കെച്ച് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ. അതാണ് സംഭവം. ഓക്കെ, രാവിലെ വെളുപ്പിനായതുകൊണ്ട് അധികം ആൾക്കാരില്ല. വെളുപ്പിന് ഒരു 5 മണിക്ക് ട്രെയിൻ ആയതുകൊണ്ട് അധികം ആൾക്കാരില്ല. അതുകൊണ്ട് പെർഫെക്റ്റ് അത്ര അങ്ങനെ ആകാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പിന്നെ ആൾക്കൂട്ടത്തിനിടയിൽ നമുക്ക് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് എവിടെയെങ്കിലുമൊക്കെ ഒരു പാഴ്ച വന്നാൽ ഇതുകൊണ്ടാണ് ചെയ്ത് നോക്കണത്. എത്രത്തോളം ആവുമെന്നറിയില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ. പിന്നെ ഞാനിന്ന് കുറേ നേരം ഈ സിറ്റിംഗ് പൊസിഷൻ, സ്റ്റാൻഡിങ് പൊസിഷനൊക്കെ പേന കൊണ്ട് വെറുതെ വരച്ച് നോക്കി. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ജസ്റ്റ് എനിക്ക് ആ അലൈൻമെൻ്റ് ഒന്നും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഓരോ മാർക്ക് ചെയ്ത് അതായത് നമ്മുടെ കാല് ഇങ്ങനെ ഓരോ മൂവ്മെൻറ്റിനോടെ ഓരോ മാർക്കിംഗ് ഇട്ടിട്ട് അത് കണക്ട് ചെയ്തപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ അടുത്ത ദിവസം ഞാനിങ്ങനെ പ്രാക്ടീസിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് കെയർഫുള്ളായിട്ടാണ് ചെയ്യണത്. എത്രത്തോളം ആവുമെന്നൊരു ഐഡിയ ഇല്ല. വിചാരിക്കുന്നുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ക്യാമറ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നതും ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടി ഒരു ഹാപ്പിനെസ് നമുക്കിതിൽ ഷെയർ ചെയ്യാൻ പറ്റിയാൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ പ്രാക്ടീസും നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണതാണ് നമ്മുടെ ഒരു ലെക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാക്ടീസ് എല്ലാം ഉൾപ്പെടും അതിൽ. പെട്ടെന്ന് ഓടിപ്പടച്ച് പോയി ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല അത്. നമ്മൾ ഓരോ മൂഡനുസരിച്ചിരിക്കും നമ്മുടെ വരയുടെ ആംഗിളുകളൊക്കെ മാറാൻ. പിന്നെ ഇനി അടുത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ഈ കളറിങ്ങിൻ്റെ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളറിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഓയിൽ കളറ്, മറ്റേ ഫാബ്രിക് പെയിൻറ്റിങ്, പിന്നെ അതുകൂടാതെ നമ്മുടെ എന്താ പറയുക വാട്ടർ കളറ്, അങ്ങനെ പലതരം കളറുകൾ മാച്ച് ചെയ്ത് ആ പിക്ചറിന് കുറേ കൂടി അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി അതിനോടൊക്കെ അതും കൂടി ആകുമ്പോഴും ഏകദേശം പിക്ചർ ഒരു ലൈഫ് ആവണത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഷെയ്ഡിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ചെറിയൊരു വ്യക്തിയുടെ ഒരു ഷെയ്ഡിങ് പോലെ നമ്മൾ കൊടുക്കുകയാണത്. പക്ഷെ അങ്ങനെയല്ല ഇത്. ശരിക്കും കുറച്ചും കൂടി ആ പുള്ളിയുടെ ഫേസും അതിൻ്റെ ആ ഫേസിൻ്റെ ലൈറ്റ് റിഫ്ലക്ഷനും അതെല്ലാം കളറിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഇതായിരിക്കും. ഇപ്പോൾ പോർട്രേറ്റ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ലാൻഡ്സ്കേപ്സുകൾ കുറേ പലതരമുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ സ്കൈ തന്നെ പലതരം കളറിലെ സ്കൈ അടിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കടലിലുള്ള ലുക്ക്, അതങ്ങനത്തെ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റാണ് ശരിക്കും. എനിക്ക് ഉണ്ടാകുന്ന ഒരു ടേസ്റ്റാണ് ഞാൻ പറയുന്നത്. എനിക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിലൊക്കെ വരയ്ക്കുന്ന ഒരു ഇതുണ്ട്, ഡിജിറ്റൽ ഡ്രോയിങ്, ഡിജിറ്റൽ പാഡിൽ വെച്ചിട്ട് വരയ്ക്കണേ. അതിൻ്റെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ അത് ശരിക്കും പെർഫെക്റ്റാക്കി എടുത്തു കഴിഞ്ഞാലാണ് ശരിക്കും നമുക്കൊരു എന്താ പറയുക അടുത്ത ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്തിനും ഒരു ആർട്ട് അതിൽ ഇൻബിൽഡാണ്. എനിക്ക് തോന്നുന്നത് പരസ്യത്തിലായാലും ശരി, സിനിമയിലായാലും ശരി, എന്തിനായാലും ആർട്ട് അതിൽ ഇൻബിൽഡാണ്. അതിൻ്റെ ഇത് പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ടൈമിൽ. ഇപ്പോൾ ഓരോ പിള്ളേർ ചെയ്യുന്നതും ഓരോ വെറൈറ്റി ഇറക്കുന്ന ടൈപ്പ് ആർട്സ് അതൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് ഭയങ്കര പ്രൊമോഷൻ കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇത് ഈ ആർട്ട് സംബന്ധമായി കണക്ട് ചെയ്ത് നിൽക്കുന്നവർ ഒരേ ഇതിൽ തന്നെ നിൽക്കരുതെന്നാണ് ഞാൻ പറയണത്. നമ്മൾ എല്ലാം മാറി മാറി പരീക്ഷിക്കുക എന്നുള്ളതാണ്. ഏതിനാണ് ലോട്ടറി ആവണമെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. പിന്നെ
ഇത് പിന്നെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇൻട്രസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. കാരണം വരച്ചിട്ടൊന്നും കിട്ടാതെ പോയി ഭയങ്കര ഒരു മൈൻഡ് അത്രയും ഒരു ഇതിലേക്ക് മാറിയായിരുന്നു, ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളതിലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ, പക്ഷെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇൻട്രസ്റ്റിനൊരു കുറവില്ലായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, ഞാനത് കാണാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഷെയ്ഡ് ചെയ്തിട്ട് മൊത്തം അത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഇത് ഒരു പുതിയൊരു ടൈപ്പ് ഞാൻ ചെയ്തതാണ്. ശരി, സാധാരണ ഞാൻ ഒറ്റയടിക്കുക ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അപ്പോൾ തന്നെ അങ്ങ് വർക്ക് ചെയ്യും, ഇതങ്ങനെയല്ല. ഇത് കുറച്ചും കൂടി അത് മൊത്തം അതിൻ്റെ ആളുടെ ഷേപ്പും പുള്ളിയുടെ എല്ലാം എടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഷെയ്ഡാക്കിയിട്ട് ആ പേപ്പർ മുഴുവൻ ഷെയ്ഡാക്കിയിട്ട് പിന്നെ രണ്ടാമത് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഓരോ പോർഷൻസ്, ഇമ്പോർട്ടൻറ്റ് ലെയറുകളൊക്കെ. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ്, വെറുതെ ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ഇതാവുമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ആ പുള്ളീനെ കാണിക്കുന്നില്ല, അത്രയും അങ്ങോട്ട് ഇതായിട്ടില്ല. ഇത് ഏകദേശം കുറച്ച് ഇനിയും ഡാർക്ക് ചെയ്യാനുണ്ട് കുറച്ചും കൂടി. അത് ഫസ്റ്റ് ഷെയ്ഡ് കഴിഞ്ഞ് ഏകദേശം പുള്ളീനെ പോലെയൊക്കെ ഉണ്ട്, കാണിക്കാൻ ചെറിയൊരു. അപ്പോൾ എന്തായാലും ഇങ്ങനെ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒരു എന്താ പറയുക, ലൈവ് പോലെ ഒരാൾക്ക് വരച്ച അയാളുടെ ഇതിൽ കൊടുക്കാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. കുറച്ച് പിള്ളേരിങ്ങനെ വരക്കണേ കണ്ടിട്ടുണ്ട് യൂട്യൂബിലായിരുന്നു. അതിങ്ങനെ ആ വരച്ച കൊടുക്കുന്ന സമയത്ത് അവരുണ്ടാവുന്ന ആ ഒരു സ്മൈല് അതൊരു അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് അവരുടെ മൂഡ്, മൈൻഡ് സെറ്റ് ഒക്കെ മാറിപ്പോവും അവരെ തന്നെ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ. നമുക്ക് ഏകദേശം ഞാൻ പെൻസിൽ വെച്ചൊന്ന് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കണം. ഇനി ഒന്നുകൂടി ഓക്കെ. ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്.